ഹായ് ഫ്രണ്ട്സ്, ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു വണ്ടി കാണാം. അപ്പോൾ ആ വണ്ടി നല്ല ഭംഗിയായിട്ട് ഡിസൈനൊക്കെ ചെയ്തൊരു വണ്ടിയാണ്. നമ്മൾ ആ വണ്ടി ഇപ്പോൾ വൈറ്റ് അടിക്കാൻ പോകുന്നതിന് മുൻപ് അതിൻ്റെ വ്യൂ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വണ്ടിയുടെ ഇത് മലപ്പുറം വളാഞ്ചേരിയിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ അവർ വൈറ്റ് അടിച്ച് കളർ കോഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നല്ല പുതിയ ഡിസൈനാണ്, പുതിയ വണ്ടിയാണത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നമ്മൾ ആ ഡിസൈനൊക്കെ ഇങ്ങനെ മായ്ച്ച് കളയുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിന്ന് അതിൻ്റെ വ്യൂ ഒന്ന് കാണിച്ചു തരാം, അവസാനമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി നമുക്ക് ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ വ്യൂ നിങ്ങളിന്ന് കാണിച്ചു തരാം. എല്ലാവരും കണ്ടു നോക്കുക. ഇനി കാണാനേ പറ്റുള്ളൂ, ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. നമ്മളിത് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നിങ്ങളെ ഫുള്ളായിട്ട് ഈ വണ്ടിയുടെ സൈഡ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ. സൈഡ് വ്യൂ കണ്ടോ, നല്ല ഭംഗിയായിട്ട് അസാധ്യമായ ഡിസൈന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു കളർഫുള്ളായൊരു വണ്ടിയാണ്. ബിയസ്റ്റ് എന്നാണ് വണ്ടിയുടെ പേര്. നമ്മൾ 2-3 വണ്ടിയുടെ ഇതുപോലുള്ള വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള നല്ല നല്ല ഡിസൈനുള്ള വണ്ടികൾ വരുമ്പോൾ അത് കാണിക്കേണ്ട വരുമ്പോഴുള്ളൊരു മാനസിക ടെൻഷൻ ഉണ്ട് നമുക്ക്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ പറയുക എല്ലാവരും. നമ്മുടെ നാട്ടിലെ ഓരോരോ നിയമങ്ങളും കൊണ്ട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. വളരെ ഭംഗിയായിട്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വണ്ടികൾ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് ഭയങ്കര അവരിപ്പോൾ കൂടുതൽ കേരള വണ്ടീനേക്കാളും ഭംഗിയായിട്ട് ഇപ്പോൾ അവരൊക്കെ ഡിസൈൻ ചെയ്ത് തുടങ്ങിയ വണ്ടികൾ. എന്നിട്ടിപ്പോൾ നമ്മുടെ ആളുകൾ ആ വണ്ടി കാണുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ കാര്യങ്ങൾ. എന്തായാലും ഇതിൽ ഈ കളറ് വന്നു, ഈ ഡിസൈൻ ഉണ്ടെന്ന് വെച്ചിട്ടൊന്നും ഈ വണ്ടി ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് ഭയങ്കര മണ്ടത്തരമായിട്ടാണ് നമുക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത് എല്ലാവർക്കും. കാരണം വണ്ടിയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വണ്ടികളൊക്കെ എപ്പോഴും കളർഫുള്ളായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കൊക്കെ നിങ്ങൾ കണ്ടത് നല്ല രസമുള്ള ഡിസൈൻ. നമ്മുടെ ലോകത്തിൽ വിദേശ രാജ്യങ്ങളിൽ ഓടുന്ന വണ്ടികളൊക്കെ ടൂറിസ്റ്റ് പർപ്പസിലുള്ള വെഹിക്കിളും അല്ലാതെയുള്ള സർവീസ് വണ്ടികളൊക്കെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടുന്ന വണ്ടികളാണ്. അപ്പോൾ ആ വണ്ടികളൊന്നും അവരുടെ നാട്ടിൽ ഡിസൈനിങ് കൊണ്ട് അപകടം ഉണ്ടാക്കിയെന്നുള്ളൊരു അഭിപ്രായം ആരും ഇന്ന് വരെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായത്. വണ്ടിയിലുള്ള ഡിസൈനിങ് കൊണ്ടാണ് വണ്ടി ഇടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ നിയമം ചെയ്തിരിക്കുന്ന അതേ ആദ്യം നമ്മളാണ് ചെയ്യേണ്ടത്, ആ നിയമം പാലിക്കേണ്ടത്. അപ്പോൾ KSRTC പോലുള്ള വണ്ടികളിലൊക്കെ എപ്പോഴും ഫുള്ളായിട്ട് ഡിസൈനും ഇതൊക്കെ അടിച്ച് അവർ നേരത്തേക്ക് നിയമം ലംഘിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് മാത്രം ടൂറിസ്റ്റ് പർപ്പസ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇതിന് മാത്രമാണ് ഈ പ്രശ്നമുള്ളൂ, ബാധകമായിട്ടുള്ളൂ. വേറെയുള്ള വണ്ടികൾക്കൊന്നും പ്രശ്നങ്ങളൊന്നും ബാധകമല്ല. അപ്പം അങ്ങനത്തെ ഒരു മണ്ടൻ നിയമങ്ങളുള്ളൊരു നാടാണ് നമ്മുടെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഈ വണ്ടിയൊക്കെ നല്ല രസമായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടിരിക്കുന്ന വണ്ടിയാണ്. എന്നാ ഗ്ലേസിങ് എന്ത് ഭംഗിയാണെന്ന് നോക്കി. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ റിമൂവ് ചെയ്യണതിൻ്റെയും പിന്നീട് വൈറ്റ് അടിച്ച് കളർ കോഡ് ചെയ്തതിൻ്റെ വീഡിയോസും കൂടെ കാണിച്ചു തരാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വണ്ടിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നല്ല കളർ കോഡ് ചെയ്യാൻ പോകുന്നൊരു വണ്ടിയുടെ, അതായത് ഫുള്ള് ബദരിയുടെ ഒരു ആർട്ട് വർക്കൊക്കെ ചെയ്തൊരു വണ്ടിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിരുന്നു. അത് റിമൂവ് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു റെഡ് കളർ വണ്ടി, ആ വണ്ടി നമ്മളെല്ലാം റിമൂവ് ഒക്കെ ചെയ്ത് ഫുള്ളായിട്ട് പെയിൻ്റൊക്കെ മാറ്റി കളർ കോഡ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോയെ നമുക്കൊന്ന് കണ്ടു നോക്കാം, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ വണ്ടി ഇതാണ്. അത് ബീസ്റ്റ് എന്നാണ് വണ്ടിയുടെ പേര്. തിരൂരുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ ഒരു പഴയ കുറേ നാളായിട്ട് നമ്മുടെ കസ്റ്റമറാണ്. നിങ്ങൾ അറിയുമായിരിക്കും, ബഗീര എന്നൊക്കെ പറഞ്ഞ കുറേ വണ്ടി, ബ്ലാക്ക് കളർ അടിച്ചൊരു വണ്ടിയൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കുറേ കാണിച്ചിട്ടുള്ളൊരു വണ്ടിയാണ്. ചാനൽ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അവരുടെ തന്നെ ഒരു വണ്ടിയാണ് ബീസ്റ്റ് എന്ന് പറയുന്നൊരു വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വ്യൂ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടു നോക്കുക. ഈ വണ്ടി ഇപ്പം നല്ല നമ്മൾ കളർ കോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി ഇതിന് മുൻപുണ്ടായിരുന്നു റെഡ് കളറിൽ ബദൽ ഡിസൈനിലുള്ളൊരു വണ്ടിയായിരുന്നു. ഈ വണ്ടി നമുക്ക് വന്നപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വിത്ത് ഇതിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതും കാണാം. അപ്പോൾ നമ്മുടെ കളർ കോഡ് കഴിഞ്ഞ് വണ്ടി നമ്മുടെ ഇപ്പോൾ ഡെലിവറി ടൈമാണിപ്പോൾ. അപ്പോൾ ബൂത്തിൽ നിന്നുള്ള ആ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ വിശദമായ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട് അതിൽ ബീസ്റ്റ് എന്നാണ് വണ്ടിയുടെ പേര്. തിരൂരുള്ള വണ്ടിയാണ്. ആ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമൊക്കെ ഇപ്പോൾ നിലവിൽ ഭയങ്കര കളർഫുള്ളായിരുന്നു. ഫ്രണ്ടൊക്കെ ആയിരുന്നു. നമ്മളതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നിലവിൽ വൈറ്റ് കളർ ആക്കിയിട്ടുണ്ട്, കളർ കോഡ് ആക്കിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ലിപ്പ് വെച്ചിട്ടുണ്ട്. ലിപ്പിൻ്റെ കഥകൾ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. നമ്മൾ ഈ ആംഗ്രി ബേർഡിൻ്റെ വണ്ടിയിലൊക്കെ വെച്ച ആ ലിപ്പ് തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ബോൾ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഫ്രണ്ട് ലിപ്പ് സിമ്പിളായിട്ട് ഫ്രണ്ട് ലിപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്ന ഒരു സംഗതി ഒക്കെയാണ്. കുഴപ്പമില്ല. ഇതിനും നല്ല വെറൈറ്റി ആയിട്ട് ഭംഗിയായിട്ടൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. നമ്മുടെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫോക്കസിൻ്റെ ഈ വീഡിയോ വളരെ ഭംഗിയായിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്കിതിൻ്റെ ഫുൾ സൈഡ് വ്യൂ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഞങ്ങളിടുന്ന നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ വണ്ടിയുടെ സൈഡ് വ്യൂ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയാണെന്ന്. അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുക. കളർ കോഡാണെങ്കിലും നമ്മുടെ ആ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ, അസാധ്യമായ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമ്മൾ അങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ കാണുന്ന ഒരു ഭംഗിയുണ്ട്. ഇതിനും വേറൊരു ഭംഗിയുണ്ട്, ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നാളായിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നും. നല്ല രസമായിട്ടൊരു ഭംഗിയൊക്കെ ഇതിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇതിനത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക്. അങ്ങനെ കുഴപ്പമില്ല. എല്ലാം ഇപ്പം നമ്മുടെ കളർ കോഡ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ട്. പിന്നെ ബാക്കിൽ, ഈ വണ്ടിയുടെ ബാക്കിൽ ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഡ്വാൻസ്ഡ് ഒരു ലിപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കേസ് വണ്ടി റിവേഴ്സൊക്കെ എടുക്കുന്ന സമയത്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അറ്റാച്ച് ചെയ്യുന്ന സംഭവം 2-3 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഒരു ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടി നമ്മുടെ ബൂത്തിൽ കിടക്കുന്ന ഒരു സീനാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് വ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതിങ്ങനെ നല്ല കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എല്ലാ കാലത്തും ഇങ്ങനെയുള്ള വ്യൂ നമ്മളെപ്പോഴും കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യൂവിൻ്റെ ഒരു അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത്. അല്ലാണ്ട് ഇപ്പോൾ സൈഡ് വ്യൂ ഇങ്ങനെ ചെരിച്ചൊക്കെ കാണിച്ചു തരേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷേ നിങ്ങൾ കാണുമ്പോൾ ഇതിൻ്റെ പെർഫെക്ഷൻ എന്തുണ്ട് എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് സൈഡ് വ്യൂ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് മിക്കവാറും എല്ലാ വണ്ടികളുടെ അങ്ങനെയാണ്. സൈഡ് വ്യൂ കണ്ടാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഗ്യാപ്പിൻ്റെ പരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ചിലപ്പം കട്ടായി പോകുന്നുണ്ട്. അതാണ് ഇപ്പം നിലവിൽ വണ്ടിയുടെ ബാക്ക് വ്യൂ. ഇപ്പോൾ ഈ സൈഡ്, ലെഫ്റ്റ് സൈഡ്, ഞാൻ ഇപ്പോൾ റൈറ്റ് സൈഡാണ് കാണിച്ചത്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡും കാണാം. ബാക്കിലിപ്പോൾ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ ബാക്കിലിപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീൽ കപ്പ് ഇതാണ് നിലവിൽ ഈ വണ്ടിയിലുണ്ടായിരുന്ന വീൽ കപ്പ് തന്നെയാണ്. അത് നമ്മൾ കണ്ടെടുത്തിരുന്നത് മാത്രം. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ കളർ കോഡായിരുന്നു നമ്മുടെ ഏറ്റവും ടാർഗറ്റായിട്ട് സംഭവം. വണ്ടിയിൽ നമ്മൾ ചെയ്ത് കളർ കോഡായിരുന്നു. കളർ കോഡിൻ്റെ കേസ് കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലുള്ളത്. പിന്നെ മുകളിലുള്ള ലൈറ്റുകൾ ഒരു റെഡ് ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അത് കസ്റ്റമറുടെ പർപ്പസിൽ ചെയ്തിരിക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെയുള്ള കേസുകളൊക്കെ അതിനകത്തൊന്നും നമ്മളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വിശേഷങ്ങൾ.
അപ്പോൾ നമ്മുടെ നല്ലൊരു ഡിസൈനും കാര്യങ്ങളും റെഡ് കളർ ഡിസൈൻ ഉണ്ടായിരുന്നൊരു വണ്ടിയായിരുന്നു. ആ വണ്ടിയുടെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പോൾ കളർ കോഡ് ചെയ്തിട്ടുണ്ട്. കളർ കോഡിൽ ഈ വണ്ടി കാണുമ്പോൾ ഉള്ള ലുക്കാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പം ഇതൊക്കെയാണ് വണ്ടി ഡെലിവറി ടൈമാണ്. അപ്പം ബാക്കി കുറച്ച് വ്യൂ കൂടെ ഉണ്ട്, നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടി വെളിയിലിറക്കി, നിലവിൽ ബൂത്തിൽ നിന്ന് നമ്മൾ വെളിയിലിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സീനാണ് കാണുന്നത്. ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, എല്ലാവരും പിന്നെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലൊക്കെയാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ആളുകളൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വരെ അവസരമില്ലാത്ത അവസ്ഥയിലായി. എല്ലാവരും ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, അവരൊക്കെ മാറുമ്പോൾ വ്യൂ ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അവരൊക്കെ എടുക്കട്ടെ, നമുക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡ് വ്യൂ ഒക്കെ എങ്ങനെയാണ്? നിലവിൽ ഭയങ്കര രസമായിട്ടുണ്ട് വണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു വളരെ കളർഫുള്ളായിരുന്നൊരു വണ്ടീനെയാണ് നമ്മൾ ഇപ്പോൾ നേരെ ഒരു സിംഗിൾ കളർ അടിച്ച് കളർ കോഡൊക്കെ ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കണത്. അപ്പം പുതിയ വണ്ടിയാണിത്. കുറച്ച് നിസ്സാര നാളായുള്ളൂ വന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് സൈഡ് ഇതിലുള്ള വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ള വ്യൂ കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാം കണ്ട് വണ്ടി കണ്ടു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇവർക്ക് ഇവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. പിന്നെ ഇവർക്ക് താക്കോൽ കൈമാറ്റം ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ മുതലാളിമാരുണ്ട്, അതിന് വണ്ടിയുടെ സാരഥികളുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് നമ്മുടെ ഈ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കാം. അവരുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, എന്തൊക്കെയാണ് അവർ പറയണതെന്ന് കേൾക്കാം. അപ്പോൾ ചേട്ടാ, ആദ്യം ഫസ്റ്റ് വൺ കൊടുക്കാം. പറയൂ, നമ്മുടെ സ്ഥലം തിരൂർ അല്ലേ? തിരൂർ. അതെ, ബീസ്റ്റ് വണ്ടി. നമ്മൾ ഈ വണ്ടിയുടെ ഇതിനു മുമ്പുള്ള കളറ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ ആദ്യമുള്ള സംഭവങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി മുഴുവൻ ഫുള്ളായിട്ട് നല്ല അസാധ്യമായ ഡിസൈൻ, കളറ്, സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ആ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇപ്പം സിംഗിൾ കളർ കോഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വണ്ടി ചേട്ടൻ്റെ കയ്യിൽ വണ്ടി വന്നിട്ട് എത്ര നാളായി? 5 മാസത്തോളം. ഈ 5 മാസത്തോളം ഈ വണ്ടി കയ്യിൽ വന്നിട്ട് വണ്ടി ഭയങ്കര ലുക്കുള്ളൊരു വണ്ടിയായിരുന്നു, നല്ല രസമായിരുന്നു. ഇപ്പം ഞങ്ങളാണെങ്കിൽ അതാണ് വീഡിയോയിൽ അതിന് മുൻപേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവങ്ങൾ ഇത്രയും കുറേ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ചെയ്തൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളർ കോഡ് എന്ന് പറഞ്ഞൊരു സംഭവത്തിന് വേണ്ടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നമ്മൾ. അപ്പോൾ ഈ കളർ കോഡ് നമ്മൾ അടിക്കാനുണ്ടായ സാഹചര്യം കാര്യങ്ങൾ, നമ്മൾ കണ്ട സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളെക്കുറിച്ച് ഈ സെൻറ്ററിൽ നിൽക്കുന്ന നമ്മുടെ ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾ നമ്മുടെ ബഗീര വണ്ടിയുടെ ഇവിടെ നിന്ന് ബ്ലാക്ക് കളർ നമ്മുടെ ഒരു ഹൈലൈറ്റിന് വണ്ടിയായിരുന്നു. ആ വണ്ടി വർക്ക് ചെയ്തിട്ട് പോയിട്ട് ആൾക്ക് ആ പെയിൻറ്റ് മാറ്റാനുള്ള സങ്കടം കൊണ്ട് ആളെ വണ്ടി കർണാടകയ്ക്ക് സെയിൽ ചെയ്ത ഒരാളാണ്. നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ആളുടെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയും കൂടെ ഒരു കഥ ഇതിൻ്റെ മുമ്പിൽ വേറെ കിടക്കുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇതിൻ്റെ കഥയൊന്ന് പറഞ്ഞ്, ഇപ്പോൾ ഈ എത്ര നമുക്കിപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് എന്ത് നഷ്ടം ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഇത്രയും വർക്ക് എടുക്കുന്നത്? ഈ വണ്ടിക്ക് വില കിട്ടുമ്പോൾ 2.5 ലക്ഷം റുപ്യ ഓക്കെ ഡിസൈന് പെയിന്റിന് വില ഇട്ടിട്ട് ഈ വണ്ടി എടുക്കുന്നത്. ഈ വണ്ടിക്ക് അന്ന് രണ്ട് കൊല്ലത്തെ CF ഗവൺമെന്റ് തന്നിട്ടാണ് ഞങ്ങൾ ഈ വണ്ടി അനുവദിച്ച് തന്നിട്ടുണ്ടായി. അപ്പം നമ്മൾ ആ വിശ്വാസത്തിലാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ഇടക്കാല ഉത്തരവും ഒക്കെ കാണിച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി അടുത്ത ജൂണിൽ മുതൽ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് കളർ കോഡിലോട്ട് വന്നിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പെട്ടെന്നൊരു അപകടം കാരണം അത് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമമായ സംഭവമാണ്. അത് അന്ന് മുതൽ ആ കളർ കോഡ് നിർബന്ധമാണെന്ന് പറഞ്ഞു കോടതി. സർക്കാർ അത് അന്ന് മുതൽ തന്നെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ വണ്ടി വാങ്ങുമ്പോൾ 5 മാസമായിട്ടുള്ള ഞങ്ങൾ ഈ വണ്ടി വാങ്ങുന്നത്.
2,50,000 പെയിൻറ്റ് പെരണ്ടി കളഞ്ഞ് ഇപ്പോൾ വൈറ്റ് അടിച്ചു. അപ്പോൾ വൈറ്റിൽ തന്നെ നമുക്ക് പല ഓപ്ഷൻസും ഇപ്പോൾ എല്ലാവരും ചെയ്ത മാതിരി പെയിൻറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാമായിരുന്നു. പക്ഷെ നമുക്ക് ഈ വണ്ടി നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് പുതിയ വണ്ടിയാണ് ആ രൂപത്തിൽ തന്നെ കാണുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ ഏറ്റവും വിശ്വാസവും ഇതിൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഫോക്കസ് ഈ കോട്ടപ്പടി ഉള്ളതാണ്. ഞാൻ മൂപ്പരോട് പറഞ്ഞു നേരെ അങ്ങോട്ട് കൊണ്ടുപോയി, വേറെ ഓപ്ഷൻ ഇല്ല. അവിടുന്ന് ഏറ്റവും നല്ല പെയിന്റ് അടിച്ച് നമുക്ക് ആ വണ്ടി അതേ ഭംഗിയിൽ തന്നെ കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പോൾ നമ്മളിത്. എല്ലാ ഭാഗങ്ങളും ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമ്മൾ വണ്ടി. അല്ല, നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പം നിങ്ങൾ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ഈ വണ്ടിയിലേക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഒരു കുഴപ്പമില്ലാണ്ട് നിങ്ങൾക്ക് ഓടാവുന്ന ഒരു വണ്ടിയായിരുന്നു. ആയിരുന്നല്ലോ 100%. ഈ വണ്ടിയിൽ വേറെ പൈസ ഒരു 2-3 വർഷത്തിനുള്ളിൽ വണ്ടിയിൽ ഒരു പൈസ മുടക്കേണ്ട വണ്ടിയല്ല. നല്ല ഫുൾ പുതിയ വണ്ടി, എല്ലാ സംവിധാനമുള്ളൊരു വണ്ടി. നിങ്ങൾക്ക് വേറെ ഒരു ടെൻഷൻ്റെ കാര്യങ്ങളില്ലാണ്ട് വണ്ടി ഓടിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും ഈ വർക്ക്ഷോപ്പിൽ വരാണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കളർ കോഡിൻ്റെ വിഷയം വെച്ചിട്ടാണല്ലോ വർക്ക്ഷോപ്പിൽ അല്ലേ. നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ നമ്മളെ മാറി വരുന്ന നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഓരോരോ ഒരു വിശ്വാസത്തിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഓർഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ വണ്ടി വാങ്ങുന്നത്. ആ ഓർഡർ ഒരു വിശ്വാസം ഇല്ലാതെ നമുക്ക് അതോട്ട് പോയി കിട്ടി, നമ്മളെ കാശ് പോയില്ലാണ് ഏറ്റവും വലിയ സങ്കടം. എൻ്റെ വണ്ടി ഞാൻ വിറ്റത് അത് കേരളത്തിൽ തന്നെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. കർണാടകയ്ക്ക് ഈ വണ്ടി പെയിന്റ് മാറ്റാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി സെയിൽ ചെയ്യാണെന്ന് പറഞ്ഞ് കർണാടകയ്ക്ക് കിട്ടും. അവിടെ ഈ വണ്ടി അതേ കളറിൽ ഓടാൻ ഓപ്ഷൻ ഉണ്ട്. ഞാൻ വെറുതെ പൈസ കളയണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങോട്ട് വിറ്റത്. പിന്നെ ഇതിൽ പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത വണ്ടിയാണ്, നിർവാഹമില്ല. അതെ, ഇത് പിന്നെ പുതിയ വണ്ടിയാണ്. അപ്പോൾ പിന്നെ ആ പെയിന്റ് അതേപോലെ ചേർത്തി കളഞ്ഞ് അടുത്ത പെയിന്റ്. എത്ര ലക്ഷം രൂപ നമുക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ കളറ് ചെയ്ത ഡിസൈനൊക്കെ ചെയ്തതിന് ചിലപ്പോൾ 2.5 ലക്ഷം രൂപയെങ്കിലും പെയിൻറ്റിങ്ങിന് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ആ 2.5 ലക്ഷം രൂപ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, ഫോക്കസ് കളഞ്ഞു. എന്നിട്ട് ഫോക്കസ് പിന്നെ ഈ പെയിന്റ് അടിക്കാൻ വേണ്ടി വീണ്ടും പൈസ മേടിച്ചെടുത്തു, വാങ്ങിച്ചു. അതാണ് അവര് നമ്മൾ പറഞ്ഞ ഡേറ്റിൽ വണ്ടി തന്നു. അത്രയും ലേബേഴ്സിനെ വെച്ചിട്ടാണ് അവര് ചെയ്തത്. നമ്മൾ പറഞ്ഞ കളറ് എല്ലാം ചെയ്തിട്ട് ഇപ്പൊ സർക്കാരിന്റെ അനുമതി എല്ലാം ഉണ്ട്. ബാക്കി ഇനിയിപ്പോ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളയായി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതന്നെ, അതാണ് എക്സ്പീരിയൻസ്. ഇതിന്റെ സാരഥിയാണ് ഇയാള്. അതെ, പേര് പറഞ്ഞേ. പ്രജീഷിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഫോക്കസിലൊക്കെ വന്നിട്ട് ഇതെങ്ങനെയുണ്ട്, വണ്ടിയുടെ ബാക്കിയുള്ളവരുണ്ടായിരുന്ന കളറ് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ കളർ പറഞ്ഞ റെഡിൽ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെസ്റ്റും കാര്യങ്ങളുള്ളതായിരുന്നു. പക്ഷേ ആ 1.5 കൊല്ലം വരെ ആ ടെസ്റ്റ് CF കാലാവധി നിലനിൽക്കുമ്പോഴാണ് നമുക്ക് RTO കൊടുത്തിട്ട് CF ക്യാൻസൽ ചെയ്തു. അപ്പോൾ പിന്നെ ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം തന്നെയായിരുന്നു. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് എടുത്ത വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്നിട്ട് ഈ പെയിൻറ്റിങ് ഇതിൻ്റെ ഒരു 100% ഇതിൻ്റെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ അതിന് കുറച്ച് മാറ്റം കിട്ടി. അതായത് ഈ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് 100% ഹാപ്പിയാണ്. പക്ഷെ ഈ കളർ കോഡിൻ്റെ ഒരു പ്രശ്നം വലിയൊരു പ്രശ്നമായി മാറി. കാരണം വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ളൊരു കളറൊക്കെ അടിച്ച് വണ്ടി ഓടിക്കാൻ ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും ഈ പെയിൻറ്റിനെ കുറിച്ച്, വണ്ടിയുടെ പെയിൻറ്റും കൊണ്ട് വണ്ടി ആക്സിഡൻ്റ് ആകുന്ന, അപകടം ഉണ്ടാകുന്ന പറഞ്ഞ സംഭവം നമ്മുടെ ലോകത്തിലൊരു സ്ഥലത്തും കാണാനായിട്ട് കിട്ടില്ല. കേരളത്തിന് മാത്രമേ കിട്ടാറ് സാധ്യതയുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ട് നിലവിൽ, അല്ലേ? അതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ കളർ കൊണ്ടാണ് വണ്ടി ആക്സിഡൻ്റ് ആകുന്നതെന്നുള്ളൊരു പുതിയ പാഠം നമ്മളെ കേരളം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലേ? അതിപ്പോൾ സത്യത്തിൽ ഈ ലോകത്തിലോടുന്ന ടൂറിസ്റ്റ് വണ്ടികളെല്ലാം വ്യത്യസ്തമായ കളറിലും വ്യത്യസ്തമായ ഗ്രാഫിക്സിലൊക്കെ ഓടുന്ന വണ്ടികളുണ്ട്, അല്ലേ? കമ്പനികൾ തന്നെ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ വണ്ടികൾ തന്നെ കളർഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിവിടെ കളർ കോഡ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പേരിട്ട് വെള്ളയടിച്ച വണ്ടി ആക്സിഡൻ്റ് ആവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു, അല്ലേ? അതാണ് നമ്മുടെ നാട്ടിലെ ഒരു നിയമം. ഓക്കെ, ശരി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അവരിത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വണ്ടി വർക്കൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സീനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ ഒരുപാട് പൈസയൊക്കെ മുടക്കി ഈ വണ്ടിയൊക്കെ, ആ വണ്ടികൾ കളർഫുള്ളായിട്ട് ഏതൊക്കെ വണ്ടി കാര്യങ്ങളൊക്കെയാണ്. ആ വണ്ടിയാണ് ഇപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, നമ്മളും പൈസ വാങ്ങിയെടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ പൈസ വാങ്ങാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇതിപ്പോൾ ഒരാവശ്യമുള്ള കാര്യമൊന്നുമല്ല. അവർക്ക് വേണമെങ്കിൽ അവരെ CF കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം CFന് ചെല്ലുമ്പോൾ ചെയ്താലും മതി ഈ വർക്ക്.
പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ അനുവദിക്കില്ലാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇവരൊക്കെ ഈ വണ്ടിയായിട്ട് നമ്മുടെ അടുത്തുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ വർക്ക്ഷോപ്പുകാരനാണ്. ഞാൻ ഒരു വണ്ടിയുടെ കളറിനെക്കുറിച്ചോ ഇതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടായിരുന്നു. എങ്കിലും വണ്ടികളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു കളർഫുള്ളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും സന്തോഷമൊക്കെ നൽകുന്ന ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പം അതൊക്കെയാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്നത്. അത് പിന്നെ ഇപ്പോൾ വന്നപ്പോൾ മൊത്തം ഫുള്ള് വെള്ള ആണ്. പിന്നെ അതിൻ്റെ സൈഡിൽ വയലറ്റ്, ഗോൾഡ്, ലൈന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒക്കെ അതിനകത്തുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടൂറിസ്റ്റ് ബസ് സങ്കല്പത്തിൽ എപ്പോഴും വണ്ടി എപ്പോഴും ഭയങ്കര കളർഫുള്ളായി നിൽക്കുന്നൊരു വണ്ടിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയവരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ ഫ്രണ്ട്സ്, എന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് പുതിയ വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് ഫോക്കസിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തുക. ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക്സ്.